ഫൈഹാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോസ് ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ നിറയെ പൂക്കളുള്ള റോസ് ചെടികൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലോ. അപ്പോൾ നമ്മൾ അത് ഒരുപാട് ആഗ്രഹിച്ച് നമ്മൾ കടയിൽ നിന്നോ അല്ലെങ്കിൽ നഴ്സറിയിൽ നിന്നൊക്കെ നമ്മൾ അതിൻ്റെ നിറയെ പൂക്കളുള്ള തൈകൾ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ നമ്മൾ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കും. അങ്ങനെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൽ മുന്നത്തെ പോലെ പൂക്കളൊന്നും ഉണ്ടാവുന്നില്ല, തീരെ മുട്ടൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ള കംപ്ലയിൻറ്റ്സ് ഒരുപാട് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പ്രധാന ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു കെയറിങ് അതിന് കൊടുക്കാത്തത് കൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കൊണ്ടുപോയതിന് ശേഷം പിന്നെ അതിന് പ്രോപ്പറായിട്ടുള്ള വളവും കാര്യങ്ങളൊന്നും കൊടുക്കാത്തത് കൊണ്ടാണ് അതങ്ങനെ മുരടിച്ചു പോകുന്നത്. അപ്പം റോസ് നിറയെ പൂക്കൾ ഉണ്ടാവാൻ എന്തെല്ലാം ചെയ്യണമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. സൂര്യപ്രകാശം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് റോസ്. അപ്പോൾ നമ്മൾ റോസിൻ്റെ കമ്പ് നടുന്ന സമയത്ത് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം നടാൻ വേണ്ടി. അപ്പോൾ പല രീതിയിൽ നമുക്ക് റോസിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കമ്പ് മുറിച്ച് നട്ടിട്ടും പിന്നെ അതുപോലെ തന്നെ ബഡ് ചെയ്തിട്ട് പിന്നെ അതുപോലെ തന്നെ എയർ ലെയറിങ് മെത്തേഡിലൂടെയൊക്കെ നമ്മൾ റോസിൻ്റെ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ റോസിൻ്റെ കമ്പിലൊക്കെ എങ്ങനെ വേര് പിടിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ എങ്ങനെ നമുക്ക് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടാന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട്. നമ്മൾ കാണുന്ന മിക്ക റോസ് ചെടികളിലും റോസിൻ്റെ മുട്ടുകൾ വളരെ കുറവായിരിക്കും, പൂക്കളുണ്ടാകുന്ന മുട്ടുകൾ വളരെ കുറവായിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് പ്രോപ്പറായിട്ടുള്ള വളം മണ്ണിൽ നിന്നും അതിനുള്ള പ്രോപ്പറായിട്ടുള്ള വളം കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ കാരണം കൊണ്ടാണ് മുട്ടുകൾ തീരെ ഉണ്ടാവാത്തത്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചെടി നിറയെ മുട്ടുകൾ ഉണ്ടായി പൂക്കൾ ഉണ്ടാവാൻ ഒരുപാട് ഉപകാരപ്രദമാകും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ചെടിയിൽ ധാരാളം പൂക്കൾ ഉണ്ടാവണമെങ്കിൽ മണ്ണിൽ ഉണ്ടായിരിക്കേണ്ട കുറച്ച് ഘടകങ്ങളുണ്ട്. അവയാണ് നൈട്രജൻ, പൊട്ടാസ്യം ആൻഡ് ഫോസ്ഫറസ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും മണ്ണിൽ ധാരാളമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെടികളിൽ നിറയെ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നട്ടുപിടിപ്പിക്കാൻ പോകുന്ന മണ്ണിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുത്തണം. അതായത് നൈട്രജൻ, പൊട്ടാസ്യം ആൻഡ് ഫോസ്ഫറസ് ഘടകങ്ങൾ നമ്മൾ നട്ടുപിടിപ്പിക്കാൻ പോകുന്ന മണ്ണിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് എല്ലുപൊടി യൂസ് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ കോഴിക്കാഷ്ടം യൂസ് ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കും വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലുപൊടിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലുപൊടിയിൽ ധാരാളം നൈട്രജനും ഫോസ്ഫറസും ഉണ്ട്. ഇത് ചെടികളിൽ നല്ല മുട്ടുകൾ ഉണ്ടാവാനും ധാരാളം പൂക്കൾ ഉണ്ടാവാനും ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ എല്ലുപൊടി നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ കോഴിക്കാഷ്ടത്തിലും നൈട്രജനും ഫോസ്ഫറസും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി മണ്ണിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വളരെ നല്ലതാണ്. അങ്ങനെ ഇതുവഴി നമുക്ക് ഒരുപാട് റോസ് ചെടിയിൽ ഒരുപാട് മുട്ടുകളുണ്ടായി പൂക്കളുണ്ടാകുവാനും ഇതും ഒരുപാട് സഹായകമാണ്. പിന്നെ അതുപോലെ തന്നെ പൊട്ടാസ്യത്തിൻ്റെ കുറവിന് നമുക്ക് പഴത്തിൻ്റെ തൊലി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നേന്ത്രപ്പഴത്തിൻ്റെ ഒക്കെ തൊലി നമ്മൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്നതൊക്കെ നമുക്ക് റോസിന് പൊട്ടാസ്യത്തിൻ്റെ കുറവിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ അടുക്കളയിൽ നിന്ന് ഒഴിവാക്കുന്ന വേസ്റ്റുകളെല്ലാം നമുക്ക് റോസിന് നല്ല വളമാണ്. ചായച്ചണ്ടി, മുട്ടയുടെ തോട് എന്നിവയെല്ലാം നമുക്ക് റോസിന് വളരെ നല്ലതാണ്. അപ്പോൾ മുട്ടയുടെ തോടൊക്കെ നമുക്കൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ ഇതൊക്കെ റോസിൻ്റെ വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കുന്ന ഘടകങ്ങളാണ്. റോസ് നമ്മൾ കമ്പ് നട്ട് അതൊന്ന് തളിർത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ചൊന്ന് വലുപ്പം വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അതിലേക്ക് പിന്നെ നമുക്ക് വളങ്ങൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നീട് നമുക്ക് വളങ്ങൾ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇറച്ചി കഴുകിയ വെള്ളം, ഇപ്പോൾ നമ്മൾ ചിക്കന്, പിന്നെ അതുപോലെ തന്നെ മീൻ കഴുകിയ വെള്ളം, പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ അക്വേറിയം ഉണ്ടെങ്കിൽ അക്വേറിയം കഴുകിയ വെള്ളമൊക്കെ റോസിന് ഒരുപാട് നല്ലതാണ്. ആ വെള്ളമൊക്കെ നമുക്ക് റോസിന് ഒഴിച്ചു കൊടുക്കുന്നതും റോസിൻ്റെ വളർച്ചയ്ക്ക് നല്ലതാണ്. റോസിൻ്റെ നല്ല വളർച്ചയ്ക്കും വേണ്ടി ഞാനൊരു സ്പെഷ്യൽ സ്ലറി ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ മുട്ടയുടെ തോടും പിന്നെ അതുപോലെ പഴത്തൊലിയുമാണ്. അപ്പോൾ ഇത് മുട്ടയുടെ തോടും പഴത്തൊലിയും കൂടി നല്ലതുപോലെ മിക്സിയിലിട്ട് അരച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ പച്ചവെള്ളമോ ചേർത്ത് അത് ഡൈലൂട്ട് ആക്കിയതിന് ശേഷം നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമുക്കിത് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്.
പിന്നെ അതുപോലെ തന്നെ അടുക്കളയിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുന്ന ഉള്ളിയുടെ തോല്, വലിയ ഉള്ളിയുടെ തോല്, പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ തോലൊക്കെ നമുക്ക് ചെടികൾക്ക്, ഈ റോസ് ചെടികൾക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വെളുത്തുള്ളിയുടെ തോലൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അതൊരു കീടനാശിനി പോലെ, അതായത് പ്രാണികളൊക്കെ വരാതിരിക്കാനൊക്കെ വളരെ നല്ലതാണ് വെളുത്തുള്ളിയുടെ തോലൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ പൈസ ചിലവില്ലാതെ തന്നെ നമ്മുടെ റോസ് ചെടി നിറയെ പൂക്കാൻ വേണ്ടി ഇതൊക്കെ നമുക്ക് സഹായകമാണ്. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പ്രൂണിങ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ മാസത്തിലോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെ നമ്മൾ പ്രൂണിങ് ചെയ്ത് കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്ത് കൊടുക്കാം. കുറച്ച് ചാണകവും പിന്നെ അതുപോലെ തന്നെ കുറച്ച് കടലപ്പിണ്ണാക്കും നല്ലതുപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം അതൊരു 3 ദിവസം വെക്കുക. അങ്ങനെ ഈ 3 ദിവസം വെച്ചിട്ട് എല്ലാ ദിവസവും നമ്മളത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ 3 ദിവസം വെച്ചതിന് ശേഷം അതിലേക്കൊരു 3 ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. 3 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് ഡൈലൂട്ടാക്കിയതിന് ശേഷം നമുക്കിത് 15 ദിവസം കൂടുമ്പോൾ ചെടിക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. റോസാ ചെടികൾ നിറയെ പൂക്കൾ ഉണ്ടാകാൻ ഇതും ഒരുപാട് നല്ലതാണ്. ഈ ഒരു ലായനി നേരിട്ട് അതിൻ്റെ കടയ്ക്കൽ ഒഴിച്ചു കൊടുക്കാതെ കുറച്ച് മാറ്റി ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, മീൻ കഴുകിയ വെള്ളം, പിന്നെ അതുപോലെ തന്നെ ഫിഷ് അമിനോ ആസിഡ് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നേർപ്പിച്ചതിന് ശേഷം. അപ്പോൾ ഫിഷ് അമിനോ ആസിഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മീൻ കഴുകിയ വെള്ളമൊക്കെ നമുക്ക് റോസിന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ആഴ്ചയിൽ 1 പ്രാവശ്യം ചാണകം കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നിറയെ പൂക്കൾ ഉണ്ടാകുവാനും സഹായകമാണ്. പിന്നെ വേറൊരു മെത്തേഡ് ഉണ്ട്. ഈ മെത്തേഡിൽ ഒരു 5 കപ്പ് വേപ്പിൻ പിണ്ണാക്ക് എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു 3 കപ്പ് എല്ലുപൊടി എടുക്കുക. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ NPK 18-18. അപ്പോൾ ഈ NPK 18-18 നമുക്ക് കടയിൽ നിന്നും വാങ്ങാൻ കിട്ടും. വളങ്ങളൊക്കെ കൊടുക്കുന്ന കടയിൽ നിന്നും നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ അതൊരു 1.5 ടേബിൾ സ്പൂൺ എടുക്കുക. എന്നിട്ട് ഇത് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, കൈകൊണ്ട് മിക്സ് ചെയ്യാൻ പാടില്ല. കൈകൊണ്ട് NPK 18-18 ഉള്ളത് കൊണ്ട് തന്നെ കൈകൊണ്ട് മിക്സ് ചെയ്യാതെ നമുക്ക് എന്തെങ്കിലും ഒരു കമ്പോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് ഒരു ചെടിക്ക് 1 പിടി എന്ന നിലയിൽ നമുക്കിത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വേരിൽ നിന്ന് അല്പം മാറ്റിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. നേരിട്ട് ഡയറക്റ്റ് വേരിൻ്റെ അടുത്തിട്ട് കൊടുക്കരുത്. ഇങ്ങനെ 15 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ചെയ്ത് കൊടുക്കണം. 15 ദിവസത്തിൽ നമുക്ക് 1 പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിറയെ പൂക്കൾ ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ഈ ഒരു മെത്തേഡും ഒന്ന് പരീക്ഷിച്ച് നോക്കും. അപ്പം ഇത് പിന്നെ അതുപോലെ തന്നെ വേനൽക്കാലത്ത് നല്ലതുപോലെ നനച്ചു കൊടുക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, ഏത് പൂവിടാത്ത റോസ് ചെടിയിലും പൂവുണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഫ്രണ്ട്സുകളുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ കൃഷി അറിവുകളും നല്ല ടിപ്സുകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.